അപ്പോൾ നാടൻ രീതിയിൽ ലിവർ ഫ്രൈ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ ഇച്ചിരി തേങ്ങാക്കൊത്ത്, ഒരു ചെറിയ സവാള വേണമെന്ന് നിർബന്ധമില്ല, ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ലിവർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെന്ത് വെച്ചിരിക്കുകയാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ ഒന്ന് ഇളക്കിയാൽ പോരാ, നന്നായിട്ട് ഇത് ഫ്രൈ ആവണം. ഫ്രൈ ആകുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മസാലകളൊന്നും വേണ്ട, ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലയും ഒക്കെ ചേർത്താൽ മതിയാകും. ഒരുപാട് അരപ്പൊന്നും ഇതിനങ്ങനെ ചേരുകയില്ല. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ തൂവേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി എടുക്കണം. ഇപ്പോൾ നമ്മുടെ കരൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒരിത്തിരി കുരുമുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മുളക് പൊടി, ഇത്തിരി സോമ്പ് പൊടിച്ചത്, അതായത് പെരുംജീരകം പൊടിച്ചത്, ഇത്രയുമേ ചേർക്കുന്നുള്ളൂ. മറ്റ് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഇച്ചിരി ചുമന്ന മുളക് ക്രഷ് ചെയ്ത് ചേർത്താൽ നല്ലതായിരിക്കും, പക്ഷെ അത് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ ചേർത്തതായതുകൊണ്ട് ഇനി അതൊന്നും ചേർക്കുന്നില്ല. ആവശ്യം പോലെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും പുതിനയിലയും ഇഷ്ടം പോലെ ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് തൂവി വാങ്ങാവുന്നതാണ്. ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ പെരുംജീരകം അങ്ങനെ തന്നെ ഒന്ന് ചതച്ച് ക്രഷ് ചെയ്ത് ഇടുന്നത് ടേസ്റ്റ് നല്ലതായിരിക്കും. അത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗരം മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഒന്നുകൂടി ചെറിയ തീയിൽ വെച്ച് ആ മസാലകളൊക്കെ ഒന്ന് മൂക്കുന്നിടം വരെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഊരിയിട്ടാൽ പണി കഴിയും. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്, പിന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഓക്കെ, അപ്പോൾ ബായ്. എല്ലാവരും ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.